വെറുതെ വന്ന് നിന്നപ്പം ദേ ബൈക്കുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഓടിച്ചോളാൻ. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ പറയാം വണ്ടി കയറി എന്നിട്ട് പറയാന്ന്. അങ്ങനെ വണ്ടി കയറി വണ്ടി എടുത്തു. എങ്ങോട്ടാണോ എന്തോ ചപ്പാത്ത് എത്തിയപ്പോഴാണ് ഇവന്മാര് പറഞ്ഞത് നേരെ ചപ്പാത്ത് പാലം കയറി പോട്ടെ. അങ്ങനെ കൊക്കയാറ് പഞ്ചായത്തും കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഈ പോക്ക് നേരെ ഉറുമ്പിക്കരയുടെ താഴെയുള്ള ചായക്കടയിലോട്ടാണ്. എന്തായാലും ഇറങ്ങിയതല്ലേ, എന്നാ പിന്നെ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നേക്കാന്ന് വെച്ചു. ചാക്കോ എത്ര ചായ കുടിക്കാൻ എത്ര വൈബായിട്ടുള്ള സ്ഥലം നോക്കണേ. വേറെ ഉണ്ടോ? പോകുന്ന റൂട്ടൊക്കെ നോക്ക്. പെട്ടടാ പെട്ടു. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് നമ്മുടെ പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് പൊതിഞ്ഞ് കെട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് തിരിച്ചുള്ളെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുക? പലപ്പോഴും ഇതുപോലെ കേറണം. അങ്ങനെ വെമ്പിളി ടൗണും കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പം ദേ ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ടു. എന്നാ പിന്നെ അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്നിട്ട് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം വണ്ടി എടുത്തു. മുന്നോട്ട് പോകുന്ന അനുസരിച്ച് തന്നെ മഴ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മഴ കുറയുന്നു. ചാക്കോ, നമുക്ക് തിരിച്ചു കിട്ടാത്ത സാധനം ഒന്നുള്ളൂ. എന്നാടാ ചാക്കോ? സമയം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതേ അളിയന്റെ ചായക്കടയിലെത്തി. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ തന്നെ, മഴയ്ക്ക് ഒരു കുറവുമില്ല. നല്ല മഴയും തണുപ്പും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ മാറ്റി കടുങ്കാപ്പിക്കാണ് പറഞ്ഞത്. നടക്കുന്നുണ്ടോ? തണുപ്പയില്ല. ഇത്ര നേരം വിറയ്ക്കുമായിരുന്നല്ലോ. കടയ്ക്കകത്ത് കയറി ചെറുകടി എന്താ ഉള്ളതെന്ന് നോക്കാൻ നിന്നപ്പം ഒരുത്തം ബോക്സിങ് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. നേരെ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് നല്ല ചൂട് സുഖേൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ കടുങ്കാപ്പിയുടെ കൂടെ സുഖേനും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചു. തണുപ്പില്ല എന്ന് പറഞ്ഞവൻ ഞങ്ങൾ നോക്കുമ്പോൾ അകത്ത് ചെന്ന് ചൂട് കൊള്ളുന്നു. അങ്ങനെ മഴ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും ചേട്ടനിതേ നമുക്കുള്ള കടുങ്കാപ്പിയുമായിട്ട് എത്തി. ഇനി ഇപ്പൊ കടുങ്കാപ്പിയും കുടിച്ച് തണുപ്പും കൊണ്ട് മഴയും ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിൽക്കാൻ ഓർത്തു. കട്ടൻ ചായ അല്ല, കടുങ്കാപ്പിയാ. ചായ ഏതാ കാപ്പിയാന്ന് അറിയത്തില്ലാത്തവനാ. കടുങ്കാപ്പിക്കും പരിപ്പുവടയ്ക്കും വേണ്ടി നമ്മൾ മലയുടെ മുകളിൽ വന്നിരിക്കുന്നു. കൂടെ ഉള്ളവൻ എന്ത് ചെയ്യും? അത് അങ്ങോട്ട് പോയി മഴ നനഞ്ഞ് ചായ കുടിക്കുന്നു. ചാക്കോ പോലെ ചായക്കട വന്നു. അതെ, ഞാനില്ല, തിരിച്ച് വീട്ടിലോട്ട്.